രണ്ട് പോലീസുകാർ ഇവിടെ പിടിക്കുന്ന പൊങ്ങായിരിക്കാൻ രണ്ടുപേരും ഇവിടെ അങ്ങനെ പിടിച്ച് കാല് മടക്കി വെച്ച് ഇലക്ട്രിക്കലിൻ്റെ വണ്ടി കൊണ്ട് അടിക്കും. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കാല് വെരിക്കോസ് വേനോട് പൊട്ടും, ആ പൊട്ടി നിങ്ങൾ ചാവട്ടറാണ്, കുഴപ്പമില്ല നീ ചാവുന്ന നല്ലതെന്ന്. 2-2.5 മണിക്കൂറായിരുന്നു. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പറഞ്ഞു ഞാൻ എന്തായാലും 90 ദിവസമേ കാണത്തുള്ളത്. എൻ്റെ പിടിക്കണേ അത് തമത്തി കിടത്തിയിട്ട് 2 പോലീസുകാർ ഇവിടെ പിടിക്കുക. എന്നിട്ട് ഞാൻ വെച്ച് 2-3 അടി അടിക്കുന്നതായിരുന്നു, നിർത്തുന്നില്ല. 10 എനിക്ക് എണ്ണാൻ പറ്റില്ല. അത് എൻ്റെ ബോധം പോയി. ഒന്നും പറഞ്ഞു പോലീസുകാരെ അടി കൈ വെക്കൊന്നും പറഞ്ഞു. അതാണ് ഞാൻ പോലീസുകാരെ ഞാൻ പിടിച്ചല്ലേ ഷോൾഡറിൽ പിടിച്ചിട്ട് ആ ഒരു തെറ്റും ചെയ്തു. എനിക്ക് മെനഞ്ഞാന്ന് വൈകിട്ട് ഞാനും എൻ്റെ വൈഫും കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയിൽ ഒരു കാർ ഓപ്പോസിറ്റ് വന്നു. അന്നപ്പം അതിന് ഞാൻ പറഞ്ഞു സൈഡ് തരാൻ പറഞ്ഞു, റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിൻ്റെ വണ്ടിയിൽ നിന്ന് പുറമോട്ട് പോകത്തില്ലയോ എന്ന്, നിൻ്റെ വണ്ടിയിൽ നിന്ന് പുറമോട്ട് പോകത്തില്ലയോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാ നീ എൻ്റെ വണ്ടി പുറമോട്ട് 10-20 മീറ്റർ പുറമോട്ട് പോകണം, അണ്ണാ വളവെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. വളച്ച് വന്നു. എന്നിട്ട് കാർ എടുത്തിട്ട് എന്നോട് ചോദിച്ചു നീ ഇത് വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു കൊച്ചിനോട് ഹോസ്പിറ്റലിൽ പോകണം എന്നും പറഞ്ഞ് നീ കള്ളം പറയാമെന്ന് പറഞ്ഞ് എൻ്റെ ഷോൾഡറിൽ കയറി പിടിച്ച് ഞാനും പിടിച്ച് കയറി. അന്നേരം ഞാൻ ചോദിച്ചു എൻ്റെ സ്ഥലം എവിടെയാണെന്ന് വെച്ചു. എൻ്റെ വീട് അപ്പുറത്ത് അതുപോലെ കാണുന്നത് എൻ്റെ വീടാണ്, അന്നെ ഇവിടെ പുതിയതായിട്ട് കാണുന്നില്ല ആരാന്ന് വെച്ചു. നീ പറഞ്ഞറിയണ്ട നീ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ പിടിച്ച് തെള്ളിയിട്ടൊരു പോക്ക്. എന്നിട്ട് പുള്ളി അങ്ങ് പോയി. പിന്നെ ഒരു 6:15 ആയപ്പം സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നു. ഹരീഷ് നീ എവിടെയാണെന്ന് ചോദിച്ചു. കോൾ വന്നു. അപ്പോൾ ഞാൻ നേരെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ ഇരിക്കുക. അവിടെ നിന്ന് നീ പെട്ടെന്ന് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എവിടേക്ക് വരും, കൊല്ലത്തേക്കായിരുന്നു. ഞാൻ കുഞ്ഞുമ്മയുടെ വീട്ടാണ്, ഞാൻ കൊല്ലത്തേക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുമ്മ ഞാൻ പോവുക, ഇങ്ങോട്ട് ഈ ഹോസ്പിറ്റലിൽ കുഞ്ഞിനോട് വരാൻ വിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഞ്ഞുമ്മ സ്റ്റേഷനിൽ വിളിച്ചു, ഞങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനും വൈഫും കുഞ്ഞും കൂടെ നേരെ വീട്ടിൽ പോകാൻ വേണ്ടി അവർ ആഹാരം കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അവർ ഒരു ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഹോട്ടലിൽ ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി കയറാൻ പറഞ്ഞു. അവരവിടെ നിന്ന് കഴിച്ചപ്പോൾ എൻ്റെ പൈസ ഇല്ലായിരുന്നു, അത്ര തികയത്തില്ലായിരുന്നു. ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരന് പൈസ മേടിക്കൊണ്ട് ബാറിലോട്ട് കയറി. അത് കയറിയപ്പം പോലീസുകാരുണ്ടായിരുന്നു അവിടെ. അവരെന്നെ വലിച്ചഴിച്ച് അവരൊരു പേഴ്സണൽ വണ്ടിയിലാണ് വന്നത്. ചുമന്ന വണ്ടിയാണ്, വണ്ടിയുടെ പേര് എനിക്ക് കറക്റ്റ് ചുമന്ന വണ്ടിയായിരുന്നു. അതിനിടയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. വണ്ടി അവിടെ നിന്ന് എടുത്ത് അങ്ങ് പെരുങ്കുളം പൂവറ്റ് റൂട്ടിൽ കയറി. പിന്നെ വണ്ടി കയറി ഇടിയായിരുന്നു. വണ്ടിക്കകത്ത് എന്നെ ദൂരം താമസിച്ചില്ല. ഇവന് ഇടി ഏൽക്കുന്നില്ല, പിന്നെ കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെ ഇടിച്ച് 2 മണിക്കൂർ 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ വരുന്നത്. സ്റ്റേഷനിൽ വന്ന് ഞാൻ പ്രതി സാറിനെ ചോദിച്ചു സാർ എന്തിനാ എന്നെ സാർ ഇങ്ങനെ അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും എന്നെ ചെവിക്കുറ്റി കടി അടിയാന്ന്. ഞാൻ നേരെ അദ്ദേഹത്തിന് ടേബിളിൻ്റെ മണ്ടങ്ങ് വീഴുക. അവിടെ ഇട്ട് എൻ്റെ കാല് 2 പോലീസുകാർ ഇവിടെ പിടിക്കുന്ന പൊങ്ങായിരിക്കാൻ രണ്ടുപേരും ഇവിടെ അങ്ങനെ പിടിച്ച് കാല് മടക്കി വെച്ച് ഇലക്ട്രിക്കലിൻ്റെ വണ്ടി കൊണ്ട് അടിക്കും. ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കാല് വെരിക്കോസ് വേനോട് പൊട്ടും, ആ പൊട്ടി നിങ്ങൾ ചാവട്ടറാണ്, കുഴപ്പമില്ല നീ ചാവുന്ന നല്ലതെന്ന്. എന്ത് വൈരാഗ്യം എനിക്കറിയില്ല. അങ്ങനെ അതും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 1:30 ആയപ്പോൾ എന്നെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്നു. കോട്ടയം ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്ന് മെഡിക്കൽ എടുത്ത് അങ്ങോട്ട് ഇരുന്ന്. പിന്നെ വരുന്ന ഒരു സ്ഥലം എന്നെ അടിച്ചാണ് പോകുന്നത്. എന്തോ കാര്യം എനിക്കറിയില്ല, എല്ലാവരും അടിക്കുമായിരുന്നു. അതും കഴിഞ്ഞ് ഇന്നലെ വൈകിട്ടാണ് എന്നെ ജാമ്യം ഇതെടുക്കാൻ വേണ്ടി ഇതായിരുന്നു അകത്തിടാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പറഞ്ഞു നീ ഇനി 1.5 ദിവസം നീ ഓണൊക്കെ അവിടെ നിന്ന് ആഘോഷിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കോടതിയിൽ കൊണ്ടുപോയി ജഡ്ജിയുടെ മുമ്പ് ഇരുത്തിയപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യ, ശകലം നിൽക്കാൻ വയ്യ. അത് അദ്ദേഹത്തിന് മനസ്സിലായി, ജഡ്ജിക്ക് മനസ്സിലായി. അങ്ങനെ ജഡ്ജി പറഞ്ഞു ഇയാൾ ചേംബറിൽ വന്നു പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ച് ചേംബറിൽ കൊണ്ടുപോയി 4 മണിക്കൂർ അവിടെ നല്ല എഴുതിയിട്ടിട്ടുണ്ട്. എന്തായാലും പിന്നെ അവിടെ പോലീസുകാരനോട് പറഞ്ഞു ഇദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കുക, എനിക്ക് ഒറിജിനൽ എൻ്റെ മെഡിക്കൽ പേപ്പർ വേണം. പിന്നെ ഇദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏക്കരുത്, നിങ്ങൾ പോകുന്ന വഴിക്ക് നേരെ ഇവിടെ സ്റ്റേഷനിലും കയറേണ്ട, നേരെ ഹോസ്പിറ്റലിൽ പോയാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾ നേരിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു. ഇത് ഇങ്ങനെ മുമ്പോട്ട് പോട്ടെ കേസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു 4-5 പേപ്പറിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ വന്ന കാറിൽ 4 പേരുണ്ടായിരുന്നു അവിടെ വന്നത്. അത് 2 പേര് യൂണിഫോം അല്ല, 2 പേര് യൂണിഫോം ആയിരുന്നു. അതൊന്ന് പ്രദീപ് സാറാണ്, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയാം, വേറെ ആരുടെയും പേരെനിക്ക് അറിയില്ല. ഇല്ല ഒന്നും പറഞ്ഞില്ല, അവരൊന്നും പറഞ്ഞില്ല. അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ നമ്മൾ മജിസ്ട്രേറ്റ് പറഞ്ഞത് ഇയാൾക്കൊന്നും സംഭവിക്കരുതിന്, കാരണം അയാൾ ചത്തു, അതുകൊണ്ട് നേരെ ഹോസ്പിറ്റൽ കൊണ്ടാക്കി അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്മിറ്റ് ആവുന്നു. അന്നേരം ഈ ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അന്നേരം വന്നപ്പോൾ ഇതൊന്നും കാണിച്ചില്ലല്ലോ ഈ പാടൊന്നും, ഇപ്പോഴാണ് ഞാൻ ഇത് കണ്ട കുഞ്ഞ്, നീ മനുഷ്യ കുഞ്ഞാണെന്ന് ചോദിച്ചു. നീ ഒരു കുഞ്ഞിൻ്റെ അച്ഛനല്ലേ,
ഇങ്ങനെ മനുഷ്യൻ്റെ അവർ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് പോലീസുകാരെ ഒത്തിരി ചീത്ത വിളിച്ചു വരും, ഒത്തിരി ചീത്ത വിളിച്ചു. എന്തോന്ന് വെച്ചത് നിങ്ങൾ കാണാൻ പറഞ്ഞു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ഞാൻ പോലീസുകാരെ ഇന്ന് രാവിലെ വന്നതിന് കണ്ടാ പോയത്. കുറവുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാവുമ്പോൾ അറിയിക്കാമെന്ന്. ഇങ്ങനെ പറഞ്ഞു ചാവുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇദ്ദേഹത്തെ അടിച്ചെന്നും പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തെ കൈവച്ചത്, ഞാൻ കൈവച്ചിട്ടില്ല. ഞാൻ പിടിച്ച് തള്ളി. കാരണം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പെട്ടെന്ന് വിട്ട് പോകുമായിരുന്നു. ഞാൻ പിടിച്ച് തള്ളി. ഞാൻ നമ്മൾ കൈവച്ചിട്ടില്ല. അത് എന്നോട് ചോദിച്ചു നീ മദ്യവെച്ചിട്ടുണ്ടോ, പള്ളിക്ക് വെച്ച്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ കയറി പിടിക്കുന്നത്. അന്നേരം ഞാൻ പിടിച്ച് തള്ളുന്നു. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു വാ കയറി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. സിവിൽ ഡ്രസ്സായിരുന്നു. അയാളും കാറിലായിരുന്നു, ഞാനും കാറിലായിരുന്നു. 2 കാറിന് പോലെ സൈഡില്ല അവിടെ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ അന്നേരം അറിയുന്നില്ല. ഞാൻ രാത്രിയിലാണ് അറിയുന്നത്. ഞാൻ അന്നേരം അറിഞ്ഞെങ്കിൽ നമ്മൾ അപ്പോഴേയും പറയും സാറേ ഞാൻ മരുന്നിലപ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. നമ്മൾ അറിയുന്നില്ലല്ലോ. സ്വകാര്യമല്ല, ഒരു ചുമന്ന കാറായിരുന്നു. കൊണ്ടുപോയിട്ട് 2-2.5 മണിക്കൂറായിരുന്നു. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പറഞ്ഞു ഞാൻ എന്തായാലും 90 ദിവസമേ കാണത്തുള്ളത്. കണ്ടാ അറിയാം. അല്ല എനിക്ക് ആരുടെയും പേരെനിക്കറിയില്ല. പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പരാതി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാണോ? അല്ല, നേരെ ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ തന്നെ വരുന്നു. അവർ തന്നെ കാറിനകത്ത് തന്നെ കൊണ്ടുപോകുന്ന തന്നെ. കാറിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ അടിയായിരുന്നു. 2 മണിയുടെ അടിയായിരുന്നു. ബുദ്ധിമുട്ട് നടക്കാൻ പറ്റുന്നില്ല, കാല് വയ്യ. പിന്നെ നടുവിനാണെങ്കിൽ ഓരോ നരമ്പും എണീക്കും പൊട്ടുക. നല്ലോണം അറിയില്ല. ഉണ്ട്, പരിചയമുണ്ട്. ഒരുപാട് പോലീസ് എനിക്ക് പരിചയമുണ്ട് ഇവിടുത്തെ. പരിചയമുണ്ട്. പ്രദീപ്. ഇത് മറ്റേ ഇലക്ട്രിക്കലിൻ്റെ ലാത്തിയില്ലേ, അവരൊന്നും പറയുന്നില്ല. അടിക്കും അവർ ഒന്നും പറയുന്നില്ല. സാറിൻ്റെ ടേബിളിന് പുറത്തിട്ട് നടുവ് കൈ വെച്ച് അടിക്കുക, മുട്ട് വെച്ച് അടിച്ചത്. ഞാൻ പോലീസ് SI അടിച്ചെന്നും ഞാൻ പോലീസുകാരനെ മർദ്ദിച്ചെന്നും പറഞ്ഞു. എനിക്കറിയില്ല, അറിയാതെ നമ്മൾ ചെയ്യും അങ്ങനെ. നീ എന്തുകൊണ്ട് പോലീസിനെ മർദ്ദിച്ചു? അതാണ്